ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ കാലം തൊട്ട് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞൊരു പൊതുപ്രവർത്തകന്റെ ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ്. അത് നമുക്ക് ഒരു വലിയ അനുഭവമാണ്. ജയിൽ എന്ന് പറയുന്നത്, പിന്നെ നമ്മളിപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമല്ലോ. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 2025 നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ സ്വാതന്ത്ര്യം എന്താണെന്ന് വിചാരിക്കും. ഒരു തവണ ജയിലിൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് സ്വാതന്ത്ര്യം എന്ന്. കാരണം നിങ്ങൾക്കിനിയും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ഒരു പൊതുപ്രവർത്തന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് പോകുന്നത്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പുറത്തേക്ക് പോകുമെന്നറിയാം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ സ്വാതന്ത്ര്യവും, നിങ്ങളുടെ മൂവ്മെന്റ്സ് എല്ലാം ഭയങ്കരമായി ലിമിറ്റ് ചെയ്യപ്പെടുകയല്ലേ. ഒരു 4 ചുമരിലല്ലേ നിങ്ങളുടെ മൂവ്മെന്റുകളെല്ലാം പറ്റുള്ളൂ. നമുക്ക് സമയം നോക്കാൻ കഴിയില്ല, സമയം മാറുന്നത് നമ്മൾ അറിയുന്നില്ല, നമുക്ക് ഒരു തരം എന്റർടൈൻമെന്റും ഇല്ല, നമുക്ക് പുറംലോകമായിട്ടൊരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെ കഴിയേണ്ടി വരുന്നൊരു സാഹചര്യം. എന്നിട്ട് ഇപ്പം നമ്മളോടൊപ്പം കിടക്കുന്നവരെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ, അതിൽ തന്നെ ഒരു 90% ഹാർഡ് കോർ ക്രിമിനൽസ് ആണല്ലോ. അതിൽ കൊലപാതകികൾ ഉണ്ടാകാം, ലഹരി കടത്തിയ ആളുകൾ ഉണ്ടാകാം, മറ്റു പല കേസുകളിലും പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരോടൊപ്പമാണ് നമ്മൾ കിടക്കേണ്ടി വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ എപ്പോഴേലും കള്ളനെ കാണേണ്ടി വരും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ കള്ളനെ കാണേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന, ഇപ്പൊ നമ്മുടെ വീട് അപഹരിക്കാൻ വരുന്ന ആളാണല്ലോ കള്ളൻ. നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മൾ കുറെ കള്ളന്മാരുടെ കൂടാണ് കിടക്കേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വേറൊരു തരം എക്സ്പീരിയൻസ് ആണ്.